ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? രൂപാന്തരീകരണമാണ്. നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? രൂപാന്തരീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് രൂപാന്തരീകരണം സംഭവിക്കുന്നത്? എപ്പോഴാണ് നമുക്ക് രൂപാന്തരീകരണം സംഭവിക്കുന്നത്? കർത്താവിന്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? രൂപാന്തരീകരണം സംഭവിക്കുന്നു. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. സംഭവിക്കുന്നുണ്ട്. നിങ്ങള് സ്റ്റണ്ട് സീൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പിള്ളേര് സ്റ്റണ്ട് സീൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ സ്റ്റണ്ട് സീൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 3-4 പിള്ളേരുണ്ടെന്ന് വിചാരിക്കുക. അവര് കുറച്ചു നേരം കഴിയുമ്പോൾ അറിയാതെ തന്നെ ഒരു കൈയെടുത്ത് അടുത്തിരിക്കുന്നവനെ ഒറ്റ ഇടിക്കും. ഇടിക്കോ ഇല്ലയോ? ഇടിക്കും. അവൻ എന്ത് സംഭവിച്ചു? മര്യാദക്ക് സമാധാനത്തിൽ ശാന്തമായിട്ട് വന്ന് ഇരിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ സ്റ്റണ്ട് സീൻ കണ്ടപ്പോ ആവേശം കൂടിയിട്ട് അടുത്തിരിക്കുന്നവന് ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മെ രൂപാന്തരപ്പെടുത്തും. അച്ഛൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഉദാഹരണങ്ങള്. കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചുങ്ങള് അവസാനം അമ്മ അപ്പ എന്നൊക്കെ പറയുന്നതിന് പകരം കാക്കി കൂക്കി കാക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. എന്താണ് പറയുന്നതെന്ന്? അമ്മ അപ്പ ഈശോ എന്നൊക്കെ പറയുന്നതിന് പകരം. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ 40 മണിക്കൂർ ആരാധനയും ഓരോ വ്യാഴാഴ്ചയിലുള്ള ശുശ്രൂഷയും എല്ലാം നമ്മെ ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? രൂപാന്തരീകരണത്തിന് വേണ്ടിയാണ്. ഈശോയെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ച, ജോസഫച്ച, ഫ്രാൻസിനച്ച, ഡാനിയച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. മടിയിലൊക്കെ ആരെങ്കിലും കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ മാറിയിരിക്കെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ 40 മണിക്കൂർ ആരാധനയുടെ ദിവസങ്ങളിലാണ്. ഈശോ പറയുന്നു, നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, കണ്ടെത്തും; മുട്ടുവിൻ, തുറക്കപ്പെടും. അതിനുശേഷം ഈശോ പറഞ്ഞൊരു കാര്യം നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ തിരുവചനമാണ്. നമുക്കെടുക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ തിരുവചനം വായിക്കാം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്? ഈശോയോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്താണ് നമ്മൾ ചോദിക്കേണ്ടത്? നമുക്ക് ഈശോയോട് എന്തും ചോദിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും അധികമായി നമ്മൾ ഈശോയോട് ചോദിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കയ്യിലിരിക്കുന്നതിന് വേണ്ടിയല്ല. നമ്മൾ സാധാരണ ചോദിക്കുന്നത് കയ്യിലിരിക്കുന്നത് കിട്ടിയാ മതി, അല്ലേ? അനുഗ്രഹമാണോ ചോദിക്കുന്നത്? അനുഗ്രഹദാതാവിന് വേണ്ടിയാണോ നീ ചോദിക്കുന്നത്? ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ വീട് ചോദിച്ചപ്പോ 2 നില വീട്. ഹല്ലേലൂയ. അപ്പൊ ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും എന്ന് ഈശോ ഈ ലോകത്തിലുള്ള വസ്തുക്കളെ എന്നതിനേക്കാൾ ഈശോ ഉദ്ദേശിച്ചത് നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി, ദൈവം തരുന്ന രക്ഷയ്ക്ക് വേണ്ടി ചോദിക്കുവിൻ. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് ചോദിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ രാജ്യത്തിന് വേണ്ടി, അവിടുത്തെ നീതിക്ക് വേണ്ടി ചോദിക്കുവിൻ. ഈശോ പറഞ്ഞായിരുന്നു, നിങ്ങൾ എന്ത് എന്ത് ധരിക്കും എന്നതിനെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞാൽ, ഭക്ഷിക്കുന്നതിന് വേണ്ടി, ധരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അമിതമായി ചോദിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്കിതെല്ലാം വേണമെന്ന് സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ചോദിക്കേണ്ടത്, ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഏറ്റുപറയാം, ഈശോയേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മനുഷ്യാവതാരം തന്നെ, ഈശോയുടെ മനുഷ്യാവതാരം മനുഷ്യകുലത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. സാന്നിധ്യത്തിന് വേണ്ടി രക്ഷകനെ ഞങ്ങൾക്ക് നൽകണമേ, രക്ഷകനെ ഞങ്ങൾക്ക് നൽകണമേ. വീണ്ടും സഭ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ വേഗം വരണമേ, വീണ്ടും വരണമേ, മാറാനാത്ത കർത്താവേ വീണ്ടും വരണമേ എന്ന ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കുവിൻ. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തൊഴിൽ മേഖലയിൽ, നിന്റെ ഹൃദയത്തിൽ നീ യാത്ര ചെയ്യുമ്പോ, നിന്റെ വാഹനത്തിൽ, നീ ഒരു കൃഷിയിടത്തിൽ പണിയെടുക്കുമ്പോ, ആ കൃഷിയിടത്തിൽ, നീ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോ, ആ വ്യാപാര സ്ഥാപനത്തിൽ നീ നടക്കുമ്പോ, ആ നടക്കുന്ന വഴിയില് ദൈവമേ നിന്റെ സാന്നിധ്യം തരണമേ, നിന്റെ സാന്നിധ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുവിൻ. നീ സാന്നിധ്യത്തിന് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ചോദിച്ചാൽ നിനക്ക്, പ്രിയപ്പെട്ട കുഞ്ഞെ, ദൈവ സാന്നിധ്യം ലഭിച്ചിരിക്കും. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. ഇതാ ഈ തിരുവോസ്തിയിൽ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് ആ തിരുസാന്നിധ്യത്തിന്റെ സൗഭാഗ്യമാണ്. ഉച്ചത്തിൽ വിളിക്കാം. അപ്പോൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. എന്ത് ലഭിക്കും? ദൈവ സാന്നിധ്യം ലഭിക്കും. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈശോയെ ചോദിക്കുക എന്നതിനേക്കാൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ കയ്യിലുള്ളതിനെയാണ്. നമ്മൾ എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഈശോയുടെ കയ്യിലുള്ളതിനെയാണ്. നമുക്ക് കയ്യിലുള്ളത് മതി. നമുക്ക് കർത്താവ് തരുന്ന അനുഗ്രഹം മതി. കർത്താവുമായിട്ട് ബന്ധമൊന്നും വേണ്ട. എനിക്ക് കിട്ടാനുള്ളത് തന്നാൽ ഞാൻ പൊയ്ക്കൊള്ളാം, എനിക്ക് തരാനുള്ളത് തന്നാൽ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറയുന്ന ആ ധൂർത്തപുത്രനെ പോലെയാണ് നമ്മൾ, അല്ലേ? പല അനുഗ്രഹങ്ങളും കിട്ടിയതിന് ശേഷം പിന്നെ ഈ ധൂർത്തപുത്രനെ കാണണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? അവൻ കിടക്കുന്ന പന്നിക്കുഴി ചെന്ന് നോക്കണം. ഹല്ലേലൂയ. അനുഗ്രഹവും മേടിച്ച് അവൻ പോയിരിക്കുകയാണ്. ഇനി അത് തീർന്നാലേ ഇനി അവനെ കാണുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഉള്ളത് തന്നേക്ക്, ഞാൻ പൊയ്ക്കൊള്ളാമെന്ന് പറയുന്നവരെ പോലെ അല്ല നമ്മൾ എങ്ങനെയുള്ളവരാണ്? ജീവിത അവസാനം വരെ ഈശോയോട് ഒട്ടിച്ചേർന്ന് നിൽക്കും. മൂത്തപുത്രനെ പോലെയുമല്ല, അവൻ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ എന്താണ്? ഈ തന്തപ്പടി എനിക്കൊന്നും തന്നിട്ടില്ല. അല്ലേ? അവൻ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സ്
ദുഷ്ടൻ, എനിക്കൊരാടിനെ പോലും തന്നിട്ടില്ല എന്നാണ് അവൻ കാലത്തും ഉച്ചക്കും വൈകുന്നേരവും ആ വീട്ടിലിരുന്നോണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ കണ്ണും എവിടെയാണ്? അവന്റെ കണ്ണും ആ കാലിത്തൊഴുത്തിലാണ്. ആ മുട്ടാടിനെ ഇന്ന് കിട്ടും, തന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചോദിക്കുവിൻ. എന്ത്? സമ്പത്തല്ല, അപ്പന്റെ കയ്യിലുള്ള ആ ആടിനെയല്ല, നമ്മൾ ചോദിക്കുന്നത് അപ്പനെയാണ്, ഈശോയെയാണ്, ഈശോയുടെ സാന്നിധ്യമാണ്. എനിക്ക് നിന്റെ സാന്നിധ്യം മതി, എനിക്ക് നിന്റെ സാന്നിധ്യം മതി, എനിക്ക് നിന്റെ സാന്നിധ്യം മതി. ഒരേ ഒരു മോഹം നിന്നെ ഒന്ന് കാണാൻ, ഒരേ ഒരു ദാഹം നിന്നിൽ ഒന്ന് ചേരാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ജീവിതയാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ വേണ്ടിയാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ഹ്യൂമൻ ലൈഫ്? നിന്റെ മനുഷ്യ അസ്തിത്വത്തിന്റെ ലക്ഷ്യം എന്താണ്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. പരീക്ഷ എഴുതുക എന്നുള്ളതാണോ? ജയിക്കുക എന്നുള്ളതാണോ? ഫുൾ A+ കിട്ടുക എന്നുള്ളതാണോ? തരം കുറഞ്ഞോ? അല്ല, അതല്ല മനുഷ്യ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം. ജോലി കിട്ടുക എന്നുള്ളതാണോ? കല്യാണം കഴിക്കുക എന്നുള്ളതാണോ? മക്കളെ വളർത്തുക എന്നുള്ളതാണോ? അല്ല, ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ചോദിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? കർത്താവ്, നിന്റെ സാന്നിധ്യത്തിൽ ലയിച്ചു ചേരാനുള്ള കൃപ തരണമേ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോയേ, നിന്റെ സാന്നിധ്യത്തിൽ ലയിച്ചു ചേരാനുള്ള കൃപ നൽകണമേ. ഈശോയേ, നിന്റെ സാന്നിധ്യത്തിൽ ലയിച്ചു ചേരാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ലയിച്ചു ചേരുമ്പോ നിങ്ങൾ ശർക്കര ഉരുക്കിയിട്ടുണ്ടോ? ഉരുക്കിയിട്ടില്ലേ? നല്ല ശർക്കരയാണെങ്കിൽ അത് ഉരുക്കി കഴിഞ്ഞതിന് ശേഷം കല്ലും മണ്ണും ഒക്കെ വല്ലതും ഉണ്ടാവോ? ഉണ്ടാവില്ല. പക്ഷേ ചില ശർക്കരയിൽ നമ്മൾ ഉരുക്കി കഴിയുമ്പോൾ നമ്മൾ കാണാം കുറെ കല്ല്, കുറെ മണ്ണ്, അല്ലേ? ചപ്പും ചവറും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ കല്ലും മണ്ണൊക്കെ ഉരുകി ലയിച്ച് ചേരുവോ? അതെടുത്ത് നമ്മൾ പായസത്തിലിടോ? ഇല്ല. ആ ഉരുക്കിയിട്ട് ആ കല്ലും മണ്ണൊക്കെ എന്ത് ചെയ്യും ചേച്ചി? മാറ്റിക്കളയും. അതുപോലെ ദൈവീക ജീവൻ അതൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ശർക്കര നീരെടുത്ത് എവിടെ ഒഴിക്കുകയുള്ളൂ? പായസത്തിൽ ഒഴിക്കുകയുള്ളൂ, അല്ലേ? അത് മാറ്റുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? അതിട്ട് ഇങ്ങനെ ഉരുക്കും, ഇല്ലേ? ഇട്ട് ആ കല്ല് പോകുന്നില്ല. അപ്പൊ അത് ശരിക്കും ഒരു തീത്തിരി കൂട്ടാൻ പറയും. ഇതുപോലെ നമ്മുടെ ജീവിതത്തില് ദൈവീക ജീവനിൽ ലയിച്ചു ചേരാത്തതായി കുറെ സംഗതികളുണ്ട്. അത് ഉരുകി മാറ്റി അരിച്ചു മാറ്റുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഉരുക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി നമ്മൾ എന്തുകൊണ്ടാണ് ഉരുകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമുക്ക് കുരിശ് തരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മെ ഉരുക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഉരുക്കി ഉരുക്കി കുരിശിൽ കിടക്കുന്നവനിൽ ലയിച്ചു ചേരുന്നതിന് തടസ്സമായി, അല്ലെങ്കിൽ ലയിച്ചു ചേരാത്തതായി ചില സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെന്ത് ചെയ്യണം? ഒരുക്കി മാറ്റണം. ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഭയങ്കര നടുവേദന. അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കച്ചാ, ഒന്ന് പ്രാർത്ഥിക്കച്ച, ഭയങ്കര നടുവേദന. അച്ഛൻ ചോദിച്ചു, ചേട്ടാ കള്ളു കുടിക്കുന്നുണ്ടോ? ഉണ്ട്. പുക വലിക്കുന്നുണ്ടോ? ഉണ്ട്. ചേട്ടാ ആദ്യം അത് രണ്ടും മാറട്ടെ, അതുവരെ ഈ നടുവേദന അവിടെ ഇരിക്കട്ടെ. കള്ളുകുടി മാറാതെ നടുവേദന മാറിയിട്ട് വല്ല കാര്യമുണ്ടോ?
ഹല്ലേലൂയ. ചേട്ടന്റെ കള്ളുകുടി മാറാതെ നടുവേദന മാറിയാൽ കുറച്ചു നാൾ കഴിയുമ്പോ ചേച്ചിക്ക് നടുവേദന വരും. അതുകൊണ്ട് ചേട്ടന്റെ നടുവേദന അവിടെ ഇരിക്കട്ടെ, ആദ്യം പോയി കള്ളുകൂടിയും പുകവലിയും മാറ്റിട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ, ചില സ്വഭാവ ദൂഷ്യങ്ങൾ, ചില പാപങ്ങൾ കർത്താവിന്റെ സ്വഭാവത്തിന് ചേരാത്തത് ഒരുക്കി മാറ്റണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദൈവിക ജീവനിൽ ലയിച്ചു ചേരുക എന്നതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ ഇരിക്കാൻ പോവുകയാണ് 40 മണിക്കൂറുകൾ. 40 മണിക്കൂറിന് ഈ 40 എന്ന് പറയുന്ന സംഖ്യക്ക് പല പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത, പ്രിയപ്പെട്ടവരെ, ഒരു നോർമൽ ചൈൽഡിന്റെ ഉദരത്തിലുള്ള, അമ്മയുടെ ഉദരത്തിലുള്ള വലിപ്പത്തിന്റെ ആഴ്ചകൾ എന്ന് പറയുന്നത് 40 ആഴ്ചകൾ എന്നാണ് കണക്ക്. അങ്ങനെയാണ് അത് 9 മാസവും 10 ദിവസവുമായി തീരുന്നത്. 9 മാസവും 10 ദിവസവും എന്ന് പറയുമ്പോ എത്ര ദിവസമായി? 280 ദിവസമായി അല്ലേ? 280-നെ നിങ്ങൾ 7 വെച്ചൊന്ന് ഹരിച്ച്, അല്ല 40 വെച്ചൊന്ന് ഹരിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എത്ര ആഴ്ചയായി? 40 ആഴ്ചയായി. 7 28, 280. പ്രൈസ് ദി ലോർഡ്. അല്ലേ? 9 മാസവും 10 ദിവസവും എന്നല്ലേ പറയാറ്? 10 മാസം ചുമന്നെന്ന് പറയുമ്പോഴും നമുക്കറിയാം അത് 9 മാസവും 10 ദിവസവുമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു 40 ആഴ്ച. ഇപ്പൊ കൊച്ചുങ്ങൾക്ക് തിരക്കായതുകൊണ്ട് 37 ആഴ്ചയിലും 38 ആഴ്ചയിലൊക്കെ, അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് തിരക്കാണ്, ഇവര് ഇവിടെ പ്രസവിക്കാതെ വേറെ എവിടെയെങ്കിലും പോയി പ്രസവിച്ച നമ്മുടെ കാശ് പോകുമെന്ന് വിചാരിച്ചു. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നത് പോലെ നമ്മൾ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ ദൈവമക്കളായി രൂപപ്പെടുന്നതിന് വേണ്ടി ഒരു സൗകര്യമാണ് ദിവ്യകാരുണ്യ ആരാധനയുടെ സമയമെന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ നമ്മൾ ഈശോയുടെ സാന്നിധ്യത്തിന് വേണ്ടി ചോദിക്കുന്നു, ഈശോ തന്റെ സാന്നിധ്യം തരുന്നു. രണ്ടാമതായി ഈശോ പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. എന്താണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഇങ്ങനെ അന്വേഷിക്കേണ്ടത്? ഇവിടെ ഇരുന്ന് അന്വേഷിക്കേണ്ടത് എന്താണ്? ഈശോയുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് നമ്മൾ എന്തന്വേഷിക്കണം? ഈശോ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അന്വേഷിക്കണം. Seek, you will find. ദൈവം നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അന്വേഷിച്ചാൽ നീ കണ്ടെത്തും. ഹല്ലേലൂയ. ദൈവം നിന്നോട് എത്രമാത്രം ക്ഷമിക്കുന്നുണ്ട് എന്ന് അന്വേഷിച്ചാൽ നീ അത് ഈ ദിവ്യകാരുണ്യത്തിൽ കണ്ടെത്തും. ദൈവം നിനക്ക് വേണ്ടി എത്രമാത്രം മുറിയപ്പെടാൻ തയ്യാറാണ് എന്ന് അന്വേഷിച്ചാൽ നീ അത് ദിവ്യകാരുണ്യത്തിൽ കണ്ടെത്തും. ദൈവം നിന്നെ മഹത്വപ്പെടുത്താൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അന്വേഷിച്ചാൽ നീ അത് ദിവ്യകാരുണ്യത്തിൽ കണ്ടെത്തും. നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് നീ അന്വേഷിച്ചാൽ നീ അത് ദിവ്യകാരുണ്യത്തിൽ കണ്ടെത്തും. സീക്ക്, യു വിൽ ഫൈൻഡ്. ദൈവം നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് നീ അന്വേഷിച്ചാൽ നീ അത് ദിവ്യകാരുണ്യത്തിൽ കണ്ടെത്തും. നീ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന്, നിന്റെ സ്വഭാവം എപ്രകാരമായിരിക്കണമെന്ന് നീ അത് ദിവ്യകാരുണ്യത്തിൽ അന്വേഷിച്ചാൽ നീ അത് കണ്ടെത്തും. നീ എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരിക്കണമെന്ന് നീ അന്വേഷിച്ചാൽ, എവിടെ അന്വേഷിച്ചാൽ? ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്റെ ഹൃദയം എങ്ങനെയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ നീ ഇവിടെ അന്വേഷിച്ചാൽ അത് നീ കണ്ടെത്തും. നമ്മൾ ഈ ഭൂമിയിലുള്ള പണം കണ്ടെത്തുന്നതിനെ കുറിച്ചോ നിധി കണ്ടെത്തുന്നതിനെ കുറിച്ചോ പല രാജ്യങ്ങളിൽ പോകുന്നതിനെ കുറിച്ചോ
ഏജൻസിക്കാരെ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചോ അല്ല. ദൈവം നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ കണ്ടെത്തണ്ടേ. ആ നിധിയാണ് പ്രിയപ്പെട്ടവരെ മറ്റെല്ലാറ്റിനേക്കാളും വിലയുള്ളത്. ആ രത്നമാണ് മറ്റെല്ലാറ്റിനേക്കാളും വിലയുള്ള രത്നം. ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തിന്റെ രത്നം. അല്ലാതെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ നിനക്ക് എൻട്രൻസ് ടെസ്റ്റ് പാസ്സാവാം എന്നത് കണ്ടെത്തുന്നതിനെ കുറിച്ചല്ല. ഏത് ഗൈഡ് ഉപയോഗിച്ചാൽ നിനക്ക് മുഴുവൻ മാർക്ക് കിട്ടുമെന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനെ കുറിച്ചല്ല. ഈശോ പറയുകയാണ്, നീ അന്വേഷിക്ക്. ഈ സാന്നിധ്യത്തിലിരുന്ന് നിന്നെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ ആ കുരിശിന്റെ വഴിയിൽ അന്വേഷിക്ക്. നീ അന്വേഷിച്ച് നടക്കേണ്ട വഴി എന്ന് പറയുന്നത് കുരിശിന്റെ വഴിയാണ്. ആ കുരിശിന്റെ വഴിയിൽ നീ കണ്ടെത്തും ദൈവം നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ചില മക്കൾ മാതാപിതാക്കളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവരൊന്നും കാണുന്നില്ല. കാരണം അവരുടെ മുറിയിലിരുന്ന് അല്ലേ, അപ്പം പണിത് കൊടുത്ത വീട്, അമ്മ ഒരുക്കി വെച്ച ബെഡ്, അതിൽ AC ഇട്ടിട്ട് മൊബൈലിന്റെ മുമ്പിൽ ഇരുന്ന് അവരിങ്ങനെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോഴോ ഒന്ന് തോന്നിയപ്പോ താഴ്ത്തിറങ്ങി വന്നിട്ട് ചോദിക്കാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നീ കുരിശിന്റെ വഴിയിൽ നടക്ക്. അപ്പൻ നടന്ന വഴിയിൽ, അമ്മ നടന്ന വഴിയിൽ നടക്കുമ്പോ അപ്പനും അമ്മയും നിനക്ക് വേണ്ടി ചെയ്തു തന്നത് നീ കാണും. എന്ന് പറയുന്നത് പോലെ ഈശോ നിനക്ക് വേണ്ടി ചെയ്തു തന്നത് നീ കാണണമെങ്കിൽ കുരിശിന്റെ വഴിയിൽ നീ നടന്നിട്ട് ചോദിക്കണം, ഈശോയേ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, നീ മുട്ടണം. മുട്ടിയാൽ നിനക്ക് തുറന്നു കിട്ടും. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് മുട്ടേണ്ടത്? ഈശോയുടെ ഹൃദയത്തിലാണ് നീ മുട്ടേണ്ടത്. ഈശോയുടെ ഹൃദയത്തിൽ നീ ഒന്ന് തൊട്ടാൽ അവിടുത്തെ ഹൃദയം നിനക്ക് വേണ്ടി വീണ്ടും തുറക്കപ്പെടും. തുറന്നു വെച്ചിരിക്കുന്ന ഹൃദയമാണ്. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ മുട്ടുന്നവർക്ക് വീണ്ടും വീണ്ടും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകള് വീണ്ടും വീണ്ടും തുറക്കപ്പെടും. പുറമേ തുറന്നു വെച്ചിട്ടുണ്ട്, ഇനി അകമേ തുറക്കപ്പെടാൻ നിധികൾ ഇനിയും ബാക്കിയുണ്ടെന്നേ. നമ്മൾ ഒരു വാതിലിന്റെ മുമ്പിൽ മുട്ടണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് എന്ത് ചെയ്യണം? ഒരു വാതിലിൽ മുട്ടണമെങ്കിൽ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം? ആ വാതിലിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം, അല്ലേ? അവിടെ റോട്ടിൽ ഇരുന്നിട്ട് ഇവിടുത്തെ വാതിലിൽ മുട്ടാൻ പറ്റുമോ? ഇല്ല. ഈശോയുടെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടണമെങ്കിൽ നീ എവിടെ ഉണ്ടാകണം? ഈശോയുടെ സന്നിധിയിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. എന്നിട്ട് അവിടത്തെ ഹൃദയത്തിൽ ഇരുന്ന് നീ പതുക്കെ പതുക്കെ മുട്ടുമ്പോ, യോഹന്നാൻ ശ്ലീഹ അന്ത്യത്താഴ വേളയിൽ ഈശോയുടെ മടിത്തട്ടിലിരുന്ന് ഈശോയുടെ തിരുമാറിൽ തലചായ്ച്ച് അവന്റെ ഹൃദയത്തിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുത്തതുപോലെ നിനക്ക് ഈശോയുടെ ഹൃദയത്തിലുള്ള രഹസ്യത്തിന്റെ ഉള്ളറകൾ തുറന്നു കിട്ടും. നീ മുട്ടേണ്ടത് ഈശോയുടെ ഹൃദയത്തിലാണ്. മുട്ടുമ്പോ തുറന്നു കിട്ടുന്നത് ഈശോയുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള നിധികളാണ്, വെളിപാടുകളാണ്, ദർശനങ്ങളാണ്. ഈശോ ക്ഷണിക്കുകയാണ്, നീ വന്ന് എന്റെ അടുത്തിരുന്ന് എന്റെ സാന്നിധ്യത്തിന് വേണ്ടി ചോദിച്ച്, എന്റെ സ്നേഹത്തിന് വേണ്ടി അന്വേഷിച്ച് എന്റെ ഹൃദയത്തിൽ മുട്ടുക, നിനക്ക് കിട്ടും. ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ. എന്നിട്ട് ഈശോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കുക. ഹല്ലേലൂയ. വലത് കരമുയർത്തി വീശിക്കൊണ്ട് പറയാം, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്കും ചെയ്യുവിൻ.
അതായത് നമ്മൾ ഈശോയിൽ നിന്ന് എന്തൊക്കെയാണ് ഈ മറ്റുള്ളവർ എന്ന് പറയുന്നത് ആരാണ്? മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുക. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനുഷ്യരെ തന്നെ വിചാരിക്കണ്ട, ഇല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവർ നമ്മളോട് ക്ഷമിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ അവരോടും ക്ഷമിക്കുന്നു. എന്തെങ്കിലും ആവട്ടെ, പോട്ടെ. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് കുറ്റം പറയരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ അവരെ കുറിച്ചും പറയുന്നില്ല. ശരി, പോട്ടെ, അല്ലേ? ആണോ അല്ലയോ? മറ്റുള്ളവർ പറഞ്ഞാലും കൊള്ള, പറഞ്ഞില്ലേലും കൊള്ള, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ സാന്നിധ്യം ചോദിക്കുമ്പോൾ ഈശോ തന്റെ സാന്നിധ്യം തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇത്തിരി സ്വരത്തിൽ പറഞ്ഞേ, ഉണ്ട്. അപ്പോൾ ഈശോ തന്റെ സാന്നിധ്യം തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈശോ നമ്മുടെ സാന്നിധ്യം ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സാന്നിധ്യം ഈശോയ്ക്ക് കൊടുക്കുമോ? ഈശോ സാന്നിധ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറയും, ഇപ്പോ മനസ്സില്ല. ഈശോയുടെ സാന്നിധ്യം ചോദിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ സാന്നിധ്യം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കണം. അമ്മ ത്രേസ്യ പറഞ്ഞതുപോലെ പൂർണ്ണമായി കൊടുക്കുക എന്നതാണ് പൂർണ്ണമായി നേടാനുള്ള എളുപ്പ വഴി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോ പറയുകയാണ്, ഈശോയുടെ സ്നേഹത്തിന് പകരമായി നമ്മുടെ സ്നേഹം ഈശോയ്ക്ക് വേണം. ഈശോയുടെ സാന്നിധ്യത്തിന് പകരമായി നമ്മുടെ സാന്നിധ്യവും വേണം. ഈശോ 100% നമുക്ക് നമ്മൾ എപ്പോ വിളിച്ചാലും ഈശോ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈശോ എപ്പോ വിളിച്ചാലും നമ്മൾ ഉണ്ടാകുമോ? നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മ എപ്പോ വിളിച്ചാലും ആരുണ്ടാകണം? ഈശോ ഉണ്ടാകണം. ഈശോ എപ്പോ വിളിച്ചാലും നമ്മൾ ഉണ്ടാകോ? അവിടെ ഇരിക്കട്ടെ. ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്നു ഈശോയുടെ സ്നേഹം നമ്മൾ അന്വേഷിക്കുമ്പോ നമുക്കത് കണ്ടെത്താൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ സ്നേഹം അന്വേഷിക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മുടെ സ്നേഹം കണ്ടെത്താൻ കഴിയുമോ? കൊച്ചു ത്രേസ്യ പറഞ്ഞു, ഈശോയെ, നീ എന്റെ മാറിൽ ഒരു അല്പനേരം വന്ന് തല ചായ്ച്ച് മുഖം ചായ്ച്ച് വിശ്രമിക്ക്. എന്നിട്ട് നീ എന്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന്, അതായത് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ ഒന്ന് പരിശോധിച്ച് നോക്ക്. നമ്മുടെ ഹൃദയത്തിൽ ഈശോ വന്ന് ഒരു പരിശോധന നടത്തുകയാണ്, MRI എടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഏത് സ്കാൻ എടുക്കാണ്? MRI അല്ലെ, പെറ്റ് സ്കാൻ എടുക്കാണ്. സ്കാൻ ചെയ്യാണ് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. എന്നിട്ട് ആ റിപ്പോർട്ട് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കാണ് ലൈറ്റത്ത്. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം അന്വേഷിക്കുമ്പോൾ നീ ദൈവത്തെ എത്രമാത്രം, ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിന്റെ നീ എത്ര തിരികത്തിച്ചു എന്നല്ല. തിരികത്തിച്ചത് എന്തിനു വേണ്ടിയാണ്? കാര്യം നടക്കാം. നീ എത്ര പ്രാവശ്യം മുട്ടയിൽ വലിഞ്ഞു എന്നല്ല. മുട്ടയിൽ വലിഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് കർത്താവിന് അറിയാം. അല്ല, ഇപ്പൊ പിള്ളേര് രാത്രി, ഒരു ദിവസം അച്ഛൻ CCTV 12 മണിക്ക് നോക്കിയപ്പോ 3 പിള്ളേര് മുട്ടയിൽ വലിയാണ്. രാത്രി 12 മണിക്ക്. നാളെ പരീക്ഷയാണ്. വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇനി ഈ പിള്ളേര് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയോ പകല മുട്ടയിൽ വലിയാൻ ഇവിടെ ഉണ്ടാവോ ആവോ? വ്യാഴാഴ്ച വരുവോ ആവോ? അല്ലേ? അപ്പൊ ദൈവസ്നേഹത്താൽ കത്തി ജ്വലിച്ചിട്ടല്ല രാത്രി 12 മണിക്ക് വന്ന് മുട്ടയിൽ വലിഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈശോ നമ്മുടെ ഹൃദയത്തിൽ പരിശോധിക്കുന്നത് നീ എത്രമാത്രം മുട്ടയിൽ വലിഞ്ഞു എന്നല്ല, തിരി കത്തിച്ചു എന്നല്ല, നേർച്ച ഇട്ടതുമല്ല. കർത്താവ് നോക്കുന്നത് നിനക്ക് എന്നോട് എത്രമാത്രം
സ്നേഹമുണ്ട് എന്നാണ്. അത് അന്വേഷിക്കുമ്പോൾ ഈശോയ്ക്ക് അത് കണ്ടെത്താൻ കഴിയുമോ? മൂന്നാമത് ഈശോ പറഞ്ഞു, ഞാൻ നിന്റെ ഹൃദയ കവാടത്തിൽ മുട്ടുകയാണ്. നീ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകൾ എനിക്ക് വേണ്ടി തുറന്നു തരുമോ? ഹൃദയത്തിന്റെ ഉള്ളറകൾ എനിക്ക് വേണ്ടി തുറന്നു തരുമോ? പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ, അതായത് ഈശോ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നീ ഈശോയ്ക്കും ചെയ്തു കൊടുക്ക്. ഈശോ ചോദിക്കുന്നത് കൊടുക്ക്. ഈശോ അന്വേഷിക്കുന്നത്, ഈശോ നിന്റെ സ്നേഹം അന്വേഷിക്കുമ്പോ അത് നീ വെളിപ്പെടുത്ത്. ഈശോ നിന്റെ ഹൃദയത്തിൽ മുട്ടുമ്പോ നീ അത് തുറന്നു കൊടുക്ക്. അങ്ങനെ തുറന്നു കൊടുത്താൽ നീ ഈശോയുടെ സാന്നിധ്യം ചോദിക്കുമ്പോ നിനക്ക് ഈശോയുടെ സാന്നിധ്യം കിട്ടും. നീ ഈശോയുടെ സ്നേഹം അന്വേഷിക്കുമ്പോ നിനക്ക് ഈശോയുടെ സ്നേഹം നീ കണ്ടെത്തും. നീ ഈശോയുടെ ഹൃദയത്തിൽ മുട്ടുമ്പോ ഈശോയുടെ ഹൃദയം നിനക്ക് വേണ്ടി തുറക്കപ്പെടും. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ചേ, ഈശോയേ, ഈശോയേ. അങ്ങനെ നമ്മൾ നമ്മെ തന്നെ ഈശോയ്ക്ക് സംലഭ്യരാക്കി മാറ്റുന്ന 40 മണിക്കൂർ ആരാധനയുടെ ദിവസങ്ങളാണ്. നമ്മൾ ഈശോയോട് ചോദിക്കുന്നു എന്നതിനേക്കാൾ, പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മോട് ചോദിക്കുന്നത് കൊടുക്കാനുള്ള സമയമാണ്. ഈശോ നമ്മോട് ചോദിക്കുന്നത് കൊടുക്കാനുള്ള സമയമാണ്. ഈശോ എന്താ ചോദിക്കുന്നത്? നിന്റെ സാന്നിധ്യം. ഈശോ നമ്മിൽ നിന്ന് അന്വേഷിക്കുന്നത് കണ്ടെത്താൻ ഇടവരേണ്ട ഒരു സമയമാണ്. ഈശോ നമ്മിൽ നിന്ന് എന്താണ് അന്വേഷിക്കുന്നത്? നമ്മുടെ സ്നേഹമാണ് അന്വേഷിക്കുന്നത്. അത് ഈശോയ്ക്ക് കണ്ടെത്താൻ നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഈശോ നമ്മുടെ ഹൃദയ കവാടത്തിൽ മുട്ടുകയാണ്. നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടട്ടെ. മുട്ടുന്നു, ഈശോ മുട്ടുന്നു. ഈശോ മുട്ടുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മെ തന്നെ ഈശോയ്ക്ക് കൊടുക്കുമ്പോ, ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോ, ഈശോ നമ്മുടെ സ്നേഹം കണ്ടെത്താൻ കഴിയുമ്പോ ഈ മണിക്കൂറുകൾ, പ്രിയപ്പെട്ടവരെ, രൂപാന്തരീകരണത്തിന്റെ മണിക്കൂറുകളായി മാറും. മഹത്വീകരണത്തിന്റെ മണിക്കൂറുകളായി മാറും. ദൈവിക ജീവനിൽ ലയിച്ചു ചേരാൻ നമ്മിൽ ഇനിയും തടസ്സമായിട്ടുള്ള ചപ്പും ചവറും കല്ലും മണ്ണും നമ്മിൽ നിന്ന് ഉരുകി ആവിയായി പോകുന്ന ഒരു സമയമായി, മണിക്കൂറുകൾ മാറും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മാനന്തവാടി രൂപതയുടെ പാട്ടവയൽ എന്ന് പറയുന്ന സ്ഥലത്ത്, കൽപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് സെന്റ് മേരീസ് ദേവാലയത്തിൽ 3 ദിവസത്തെ കൺവെൻഷൻ ആയിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, പ്രത്യേകം നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്ത ഒരു സമയമാണ്. 30 വർഷമായിട്ടുണ്ടായിരുന്ന കാലിലുണ്ടായിരുന്ന റാണി രോഗം, ഓരോന്നോർക്കാണ് കർത്താവ് എടുത്തു മാറ്റി. 40 വർഷം മുമ്പ് തെങ്ങിൽ നിന്ന് വീണ ഒരു സഹോദരന്റെ 40 വർഷമായിട്ട് മാറാതിരുന്ന നടുവേദന മാറി. കാൽമുട്ട് മാറ്റിവെക്കണമെന്ന് പറഞ്ഞിരുന്ന 2 സഹോദരിമാര് നടക്കാൻ പ്രയാസപ്പെട്ട് വന്നവര് PT ഉഷ ഓടണ പോലെ ഓടി. ഹല്ലേലൂയ. അങ്ങനെ അതുപോലെ മൂക്കിൽ ദശ മാറിയത്, മൂക്കിന്റെ പാലം ഓപ്പറേഷൻ, 18ാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ ചെയ്യണം. അതുവരെ നിങ്ങൾ എങ്ങനെയെങ്കിലും മരുന്നൊക്കെ കഴിച്ച്, എപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു മകന്റെ മൂക്കിന്റെ ഇവിടെ വളർന്നിരുന്ന എല്ല്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനാണ്. കർത്താവ് അത് സുഖപ്പെടുത്തി. അങ്ങനെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവ് നിരന്തരം തന്റെ സാന്നിധ്യം അന്വേഷിക്കുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് നമ്മോടുകൂടെ വളരെ പ്രത്യേകമായി ചേലോട് എസ്റ്റേറ്റിൽ നിന്ന് ബഹുമാനപ്പെട്ട ഫ്രാൻസിനച്ഛനും ഡാനിയച്ഛനും സിസ്റ്റേഴ്സും വയനാട്ടിൽ നിന്ന് ഒരു 50ഓളം പേരും വന്നിട്ടുണ്ട്. അവിടെ സ്നേഹപൂർവ്വം കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം കേട്ട വചനങ്ങൾ, ഈ അല്പസമയത്തിനുള്ളിൽ കേട്ട വചനങ്ങൾ മനസ്സിൽ മാംസം ധരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. കർത്താവ് നമ്മെ നവീകരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വചനം മാംസം ധരിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ വചനം മാംസം ധരിക്കുകയാണ്. നമ്മുടെ മാംസം വചനം ധരിക്കുന്ന ഒരു സമയമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്
രൂപാന്തരീകരണത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്രിസ്തുവായി വളരാൻ, സ്നേഹമായി തീരാൻ വേണ്ടി ആഗ്രഹിക്കാം. വചനമായി വളരാൻ, വെളിച്ചമായി മാറാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ തപസ് കാലം വലിയ അനുഗ്രഹങ്ങളുടെ കാലമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 40 മണിക്കൂർ